നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളം പറയുന്നവനാണെന്നും ദജ്ജാലാണെന്നും പറയുന്നത് ഞങ്ങളല്ല, അത് മുജാഹിദുകളാണ്. ഇടയ്ക്ക് മൗലവി എന്ന് വരണല്ലോ, നമ്മൾ മാത്രം പണിയെടുത്താ പോരാ, മൗലവിക്ക് ഒരു ചെറിയ പണി കൊടുക്കണല്ലോ. അതുകൊണ്ട് മുജാഹിദുകളുടെ നേതാവായ കെ ബി അബ്ദുൽ ലത്തീഫ് മൗലവി അയാൾ പറയുന്നു, അള്ളാന്റെ റസൂല്, നിങ്ങൾ ഈ റസൂലുള്ളാ എന്നല്ല പറയാ, ശരിക്ക് റസൂലുള്ളാ എന്നല്ല നിങ്ങൾ പറയാ. നബിതങ്ങളെ കഥ അറിഞ്ഞ ഏറ്റവും കുരുത്തം കെട്ട ആളാണ് നബിതങ്ങൾ ഞങ്ങൾ പറയാ. മാത്രല്ല ശരിക്ക് പറയാൻ ഈ ദജ്ജാലാന്ന് പറയേണ്ടി വരും എന്നുവരെ കേരളത്തിലെ മുജാഹിദുകൾ പ്രസംഗിച്ചു. അവരെയാണ് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയവർ, എന്റെ ഭാഷയിലല്ല. പറയട്ടെ, കെ ബി അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നബിയെ പറ്റി നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊരിയപ്പോഴേക്കും തന്ത തീർച്ചയായി. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് കടന്നു. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊഴിലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാല താഴെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ അറിഞ്ഞാല്. നമ്മൾ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീട് ഉണ്ടായതും ഇവൻ ആ ദജ്ജാലുണ്ടല്ലോ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ. വയറ്റിൽ ഊറിയപ്പോഴേക്ക് പിതാവ് തെറിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞങ്ങളെപ്പോഴും സത്യമായ വാക്കല്ലാതെ അവിടുത്തെ സ്ഥാനത്തിന് നിരക്കാത്ത ഒറ്റ വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല. അള്ളാഹുവിൽ ഒരു പങ്കു ചേർക്കുക എന്ന് പറഞ്ഞാൽ വളരെ നിസ്സാരമായ ഒരു കാര്യത്തിൽ പോലും, ഉദാഹരണം പറഞ്ഞാൽ ശിർക്ക് വെക്കുന്ന ഒരു അംശം, ഞാനൊരു വീടുണ്ടാക്കിയെന്ന് സങ്കല്പിക്കുക. ഞാൻ പറയുന്നു, ഇവിടെ താമസിച്ചതിന് ശേഷം എനിക്കെന്താന്ന് അറിഞ്ഞൂടാ, ഒരു പ്രയാസം, ശിർക്കാണ്. എനിക്ക് ഈ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വല്ലാത്ത പ്രയാസം. മറ്റേ കുട്ടി ഉണ്ടായപ്പോൾ എന്താന്ന് അറിഞ്ഞൂടാ, വലിയ സന്തോഷം. ഇതില്ലാത്ത ആരെങ്കിലും ഈ കൂട്ടത്തിലുണ്ടോ? വലിയ മുജാഹിദായെന്ന് പറഞ്ഞ ഉദ്ദേശങ്ങളുണ്ടല്ലോ, വലിയ മുജാഹിദാണ് ഇപ്പൊ നമുക്കുണ്ട് ഈ വിശ്വാസമല്ലേ? ഉണ്ട്. പക്ഷേ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഭൂലോകത്തുള്ള ജനനം തന്നെ ആ വിശ്വാസത്തിന്റെ വേരിന് കോടാലി വെച്ചുകൊണ്ടാണ് മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടെ പറന്നു വീണത്. അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊരിയപ്പോഴേക്കും തന്ത തീർച്ചയായി. അവിടെ നിന്ന് തുടങ്ങും. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി. പിന്നെ തൊടുന്നോലൊക്കെ അബ്ദുൽ മുത്തലിബും പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാല താഴെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി എന്നല്ല പറയാ അറിഞ്ഞാല്. ആളില്ലേ, നമ്മൾക്കുള്ളതൊക്കെ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും, എന്റെ മറ്റേ കമ്പനി ഉണ്ടായതും ഈ പീടുണ്ടായതും ഇവൻ ഉണ്ടായതിന്റെ ശേഷം, ആ ദജ്ജാലുണ്ടല്ലോ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം മുഴുവൻ ഉണ്ടായത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കള്ളം പറയുന്നവനാണെന്നും ദജ്ജാലാണെന്നും പറയുന്നത് ഞങ്ങളല്ല, അത് മുജാഹിദുകളാണ്. ഇടയ്ക്ക് മൗലവി എന്ന് വരണല്ലോ, നമ്മൾ മാത്രം പണിയെടുത്താ പോരാ, മൗലവിക്ക് ഒരു ചെറിയ പണി കൊടുക്കണല്ലോ. അതുകൊണ്ട് മുജാഹിദുകളുടെ നേതാവായ കെ ബി അബ്ദുൽ ലത്തീഫ് മൗലവി അയാൾ പറയുന്നു, അള്ളാന്റെ റസൂല്, നിങ്ങൾ ഈ റസൂലുള്ളാ എന്നല്ല പറയാ, ശരിക്ക് റസൂലുള്ളാ എന്നല്ല നിങ്ങൾ പറയാ. നബിതങ്ങളെ കഥ അറിഞ്ഞ ഏറ്റവും കുരുത്തം കെട്ട ആളാണ് നബിതങ്ങൾ ഞങ്ങൾ പറയാ. മാത്രല്ല ശരിക്ക് പറയാൻ ഈ ദജ്ജാലാന്ന് പറയേണ്ടി വരും എന്നുവരെ കേരളത്തിലെ മുജാഹിദുകൾ പ്രസംഗിച്ചു. അവരെയാണ് റസൂലുള്ളാഹിനെ ഇകഴ്ത്തിയവർ, എന്റെ ഭാഷയിലല്ല. പറയട്ടെ, കെ ബി അബ്ദുൽ ലത്തീഫ് മൗലവി തന്നെ അല്ലേ, പ്രസവിക്കുന്നതിന് 2 മാസം മുമ്പ് തന്നെ ഭൂതലം വിട്ടുപിരിഞ്ഞു പിതാവ്. നബിയെ പറ്റി നമ്മളാണ് എന്ത് പറയും, ചെക്കന്റെ വയറ്റിൽ ഊരിയപ്പോഴേക്കും തന്ത തീർച്ചയായി. സുബ്ഹാനല്ലാഹ്. അവിടെ നിന്ന് കടന്നു. പിന്നെ 6 വയസ്സായപ്പോഴേക്കും ഉമ്മയും പോയി, ഉമ്മയും ബാപ്പിയും പോയി.
പിന്നെ തൊഴിലുകളൊക്കെ അബ്ദുൽ പോയി, അബൂതാലിബും പോയി. ആരൊക്കെ സംരക്ഷിക്കാൻ വരുന്നോ, കഫാല താഴെ ഏറ്റെടുക്കുന്നോ ഓലൊക്കെ മരിക്കുകയാണ്. സത്യത്തിൽ നിങ്ങൾ അഷ്റഫുൽ ഖൽഖ് റസൂലുള്ളാഹി അല്ല പറയാ അറിഞ്ഞാല് നമ്മൾ ചില കുട്ടികൾ ഉണ്ടായാലും നമ്മൾ പറയും മറ്റേ കമ്പനി ഉണ്ടായതും ഈ വീട് ഉണ്ടായതും ഇവൻ ഉണ്ടല്ലോ ഉണ്ടായതിന്റെ ശേഷമുള്ള പ്രശ്നം ഇവണ്ടായി. വയറ്റിൽ ഊറിയപ്പോഴേക്ക് പിതാവ് തെറിച്ചുപോയി എന്നൊക്കെ പറയുന്നത് ആരെക്കുറിച്ചാ? മഹാനായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദ് റസൂലുള്ളാഹി ആ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ കുറിച്ച് ഞങ്ങളെപ്പോഴും സത്യമായ വാക്കല്ലാതെ അവിടുത്തെ സ്ഥാനത്തിന് നിരക്കാത്ത ഒറ്റ വാക്കും ഞങ്ങൾ പറഞ്ഞിട്ടില്ല.